Good morning. Today we have to discuss about Unit Trust of India (UTI). Unit Trust of India (UTI) 1963 യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1964 ഫെബ്രുവരി 1 ഫോം ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1964 ജൂലൈ തൊട്ടിട്ടാണ്. ഫെബ്രുവരിയിലാണ് ഇത് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതിന്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1964 ജൂലൈയിലാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുകയും ഈ സേവിങ്സ് പ്രൊഡക്റ്റീവ് കോപ്പറേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതിലൂടെ സ്മോൾ സേവേഴ്സിന് റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതാണ് UTI. UTI സെറ്റപ്പ് ചെയ്യുന്നത് 1964 ഫെബ്രുവരി 1 അണ്ടർ ദ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആക്ട് 1964. ഇതിന്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1964 ജൂലൈയിലാണ്. ഇതൊരു പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സേവിങ്സ് മൊബിലൈസ് ചെയ്യുക, സേവിങ്സ് പ്രൊഡക്റ്റീവ് കോപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചാനലൈസ് ചെയ്യുക. പിന്നെ സ്മോൾ സേവേഴ്സിന് ഇതിലൂടെ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ട്. ഒരു യൂണിറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. ഇതിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുകയും അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് ട്രസ്റ്റിൽ വരുന്ന ഇൻവെസ്റ്റേഴ്സിനെ യൂണിറ്റ് ഹോൾഡർ എന്നാണ് വിളിക്കുന്നത്. യൂണിറ്റ് ഹോൾഡർ അവരുടെ കയ്യിൽ ഒരു സെർട്ടൈൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉണ്ടായിരിക്കും. ഈ യൂണിറ്റ് ഹോൾഡർക്ക് അവരുടെ കയ്യിലുള്ള യൂണിറ്റ്സ് UTI ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസിൽ സെല് ചെയ്യാനായിട്ട് സാധിക്കും. UTIയിലേക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. UTI ഹോൾഡർക്ക് അവരുടെ കയ്യിലുള്ള യൂണിറ്റ്സ് UTI ഡിറ്റർമിൻ ചെയ്യുന്ന പ്രൈസിൽ UTIക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് ട്രസ്റ്റിന്റെ ഒന്നാമത്തെ പാർട്ടി ആയിട്ട് വരുന്നത് യൂണിറ്റ് ട്രസ്റ്റിന്റെ ഒന്നാമത്തെ പാർട്ടിയാണ് യൂണിറ്റ് ഹോൾഡർ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള്. രണ്ടാമത്തെ പാർട്ടി ആയിട്ട് വരുന്നത് മാനേജറാണ് ഡേ ടു ഡേ റണ്ണിംഗ് ഒക്കെ നടത്തുന്നത്. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ മാനേജർ ആയിരിക്കും. ഇനി ഇതിലെ മൂന്നാമത്തെ പാർട്ടി ആയിട്ട് വരുന്നത് ട്രസ്റ്റിയാണ്. ട്രസ്റ്റി ഈ മാനേജറുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ടി യൂണിറ്റ് ഹോൾഡർ, രണ്ടാമത്തെ പാർട്ടി മാനേജർ, ദെൻ മൂന്നാമത്തെ പാർട്ടി വരുന്നത് ട്രസ്റ്റിയാണ് മാനേജറുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യുന്നത്. ഇനി നമ്മൾ UTIയുടെ പ്രധാന ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഈ UTI അതിലെ ഇൻവെസ്റ്റേഴ്സിന് ഫണ്ട് ആവശ്യമുള്ള സമയത്ത് അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെയിലി പ്രൈസ് റെക്കോർഡും UTI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ന്യൂസ് പേപ്പേഴ്സിൽ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രൈസ് ആണ് വരുന്നത്, പർച്ചേസ് പ്രൈസും സെയിൽ പ്രൈസും. ഈ പ്രൈസ് എന്ന് പറയുന്നത് ഡെയിലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ മന്ത്ലി ബേസിസിൽ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് നോമിനൽ ആയിരിക്കും. ഈ പ്രൈസ് വാരി ചെയ്യുന്നത് ജൂലൈ തൊട്ട് അടുത്ത മാസം ജൂൺ വരെയാണ്. അടുത്ത വർഷം ജൂൺ വരെയാണ് പ്രൈസ് വാരി ചെയ്യുന്നത്. ഇതിൽ പർച്ചേസ് പ്രൈസ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ജൂലൈയിലായിരിക്കും. പ്രൈസ് ജൂലൈ മുതൽ അടുത്ത വർഷം ജൂൺ വരെയാണ് വാരി ചെയ്യുന്നത്. പർച്ചേസ് പ്രൈസ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ജൂലൈയിലായിരിക്കും, സ്റ്റാർട്ടിങ്ങിലായിരിക്കും. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ, അതായത് ഇപ്പോൾ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഈ ജൂലൈ ആയിരിക്കും, ആ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ഇനി നമ്മൾ ഇതിന്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് ആണ്, പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്ത ലോവർ ഇൻകം ഗ്രൂപ്പ്, അതേപോലെ തന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പ്, അവർക്ക് അവരുടെ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ട് ഡയറക്റ്റ് ആക്സസ് ഇല്ലാത്ത ലോവർ ഇൻകം ഗ്രൂപ്പിനെയും അതേപോലെ തന്നെ മിഡിൽ ഇൻകം ഗ്രൂപ്പിന്റെ ഒക്കെ സ്മോൾ സേവിങ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന ബെനിഫിറ്റ്സിന്റെ ഒരു ഷെയർ ഇവർക്ക് കൂടി പ്രൊവൈഡ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. അങ്ങനെ രണ്ട് പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ആണ് UTIക്ക് ഉള്ളത്. ഇനി UTIയുടെ ഓർഗനൈസേഷനും മാനേജ്മെന്റും നോക്കുകയാണെങ്കിൽ ഈ UTI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 5 crore ഇനീഷ്യൽ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടാണ്. ഈ 5 crore കോൺട്രിബ്യൂട്ട് ചെയ്തത് RBI, LIC, SBI, പിന്നെ ഇതിന്റെ സബ്സിഡിയറീസും ഷെഡ്യൂൾഡ് ബാങ്ക്സും മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആണ്. അപ്പൊ ഈ 5 crore എന്നുള്ള ഇനീഷ്യൽ ക്യാപിറ്റല് 1000 സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 50,000 റുപ്പീസ് ഉള്ള
1000 സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 5 crore ഇനീഷ്യൽ ക്യാപിറ്റൽ 50,000 rupees ഉള്ള 1000 സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ UTIക്ക് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവശ്യമുള്ള സമയത്ത് RBIയിൽ നിന്ന് ബോറോ ചെയ്യാനും സാധിക്കുന്നുണ്ട്. പക്ഷെ അത് 18 monthsന്റെ ഉള്ളിൽ അത് റീപേ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇത് മാനേജ് ചെയ്യുന്നത് ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ്. അതിലൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. പിന്നെ RBI നോമിനേറ്റ് ചെയ്യുന്ന 4 അംഗങ്ങൾ ഉണ്ടായിരിക്കും. LIC നോമിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. SBI നോമിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. പിന്നെ ബാക്കിയുള്ള കോൺട്രിബ്യൂട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്ട് ചെയ്യുന്ന 2 പേരും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ മാനേജ്മെന്റ്. ഒരു ചെയർമാൻ, RBI നോമിനേറ്റ് ചെയ്യുന്ന 4 അംഗങ്ങൾ, LIC നോമിനേറ്റ് ചെയ്യുന്ന ഒരാള്, SBI നോമിനേറ്റ് ചെയ്യുന്ന ഒരാള്, മറ്റുള്ള കോൺട്രിബ്യൂട്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെലക്ട് ചെയ്യുന്ന 2 പേരും. അങ്ങനെ ഇവരെല്ലാം അടങ്ങിയ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇനി നമ്മൾ UTIയുടെ ഫംഗ്ഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ത് തന്നെയാണ്? സ്മോൾ ഇൻവെസ്റ്റേഴ്സിന്റെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സേവിങ്സ്, സ്മോൾ സേവിങ്സ് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് ചാനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഈ സ്മോൾ ഇൻകം ഗ്രൂപ്പ്സിന്റെ ഇടയിൽ ലാർജ് ഇക്കോണമീസ് ഓഫ് സ്കെയില് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞത് തന്നെ ലോവർ ഇൻകം ഗ്രൂപ്പിന്റെയും മിഡിൽ ഇൻകം ഗ്രൂപ്പിന്റെയും സേവിങ്സ് എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ യൂണിറ്റ്സ് എല്ലാം തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സെല്ല് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇവരുടെ സ്മോൾ സേവിങ്സ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ ഇൻവെസ്റ്റേഴ്സിന് ഇൻഡസ്ട്രിയലൈസേഷന്റെ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യുന്നതിലും UTI സഹായിക്കുന്നുണ്ട്. അടുത്തൊരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എപ്പോൾ വേണമെങ്കിലും പണമാക്കി മാറ്റാനുള്ള ഒരു സൗകര്യം കൂടി UTI ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിസ്കൗണ്ട്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, വെയർഹൌസ് റെസീപ്റ്റ്സ്, ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ടു ഗുഡ്സ്, ഇതെല്ലാം തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നതും UTI തന്നെയാണ്. പിന്നെ UTI ഇതിന്റെ ഇൻവെസ്റ്റേഴ്സിന് ലോൺസും അഡ്വാൻസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെർച്ചന്റ് ബാങ്കിങ് സർവീസസും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസും എല്ലാം ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലീസിംഗ് ബിസിനസ്, ഹയർ പർച്ചേസ് ബിസിനസ് ഒക്കെ UTI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറിൻ കറൻസീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ GICയുമായി കൂടിച്ചേർന്ന് യൂണിറ്റ് സ്കീംസും ഇൻഷുറൻസ് പ്ലാനും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. RBIയുടെയും അതേപോലെ തന്നെ ഫോറിൻ ബാങ്ക്സിന്റെ എല്ലാം സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് UTIയുടെ പ്രധാന ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇനി അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ റിസ്ക് കുറവായിരിക്കും UTIയിൽ. UTI ഒരു വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു റെഗുലർ ഇൻകം, ഒരു ഗുഡ് ഇൻകം ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് ലിക്വിഡിറ്റി വളരെ കൂടുതലായിരിക്കും. മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഈ UTIയിലും ലിക്വിഡിറ്റി, ഹൈ ഡിഗ്രി ഓഫ് ലിക്വിഡിറ്റി ആണ് ഉള്ളത്. ഈ ഇൻവെസ്റ്റേഴ്സിന് വേണ്ട സമയത്ത് അത് വിൽക്കാം. സ്പെസിഫൈഡ് പ്രൈസിൽ ആവശ്യമുള്ള സമയത്ത് അവരുടെ കയ്യിലുള്ള യൂണിറ്റ് വിൽക്കാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നമുക്ക് വേണ്ടിയിട്ട് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഇൻവെസ്റ്റേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു എക്സ്പേർട്ട് ആയിരിക്കും. അതിന്റെ ബെനിഫിറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് യൂണിറ്റ്സ് ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് അതിൽ നിന്ന് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ഒരുപാട് ആളുകളിൽ നിന്ന് ഫിനാൻഷ്യൽ റിസോഴ്സസ് ഫണ്ട് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒറ്റ ഇൻവെസ്റ്റർ എന്നതിനേക്കാൾ നന്നായി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൽ സാധിക്കുന്നുണ്ട്. നമ്മൾ ഒരൊറ്റ ഇൻവെസ്റ്റർ ആയിരുന്നപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് നമുക്ക് ഈ UTIയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സാധിക്കുന്നുണ്ട്. നമ്മുടെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് അല്ല വരുന്നത്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന്റെ റിസോഴ്സസ് എല്ലാം തന്നെ പൂൾ ചെയ്യാണ് ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇത് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗ്രേറ്റർ ഇക്കോണമീസ് ഓഫ് സ്കെയില്, അതിന്റെ ബെനിഫിറ്റ്സ് കൂടി, ഇക്കോണമീസ് ഓഫ് സ്കെയിലിന്റെ ബെനിഫിറ്റ് കൂടി ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്നുണ്ട്. അതുവഴി ട്രാൻസാക്ഷൻ കോസ്റ്റും കുറയ്ക്കാനായി സാധിക്കുന്നുണ്ട്. ഇത്രയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. UTIയുടെ പ്രധാന ആക്ടിവിറ്റി വരുന്നത് ഈ UTI ഇഷ്യൂ ചെയ്യുന്ന യൂണിറ്റ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് UTI ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്ക്സിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാനും ഡെപ്പോസിറ്റ് ചെയ്യാനും ഈ UTI സഹായിക്കുന്നുണ്ട്.
പിന്നെ UTI ഇഷ്യൂ ചെയ്യുന്ന ഓരോ യൂണിറ്റ്സും 10 റുപ്പി വാല്യൂ ഉള്ളവയായിരിക്കും. ഇത് വിൽക്കുന്നത് അതിന്റെ ഫേസ് വാല്യൂവിനനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഇതിന്റെ പ്രൈസ് ഡെയിലി ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കും. UTI ആണ് ഫിക്സ് ചെയ്യുന്നത്. ഈ UTI വാങ്ങിക്കുന്ന സമയത്ത് ഒന്നുകിൽ 10 അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 10 അത് വാങ്ങിക്കുന്നത്. ഇനി ഇതിന്റെ UTIയുടെ പ്രധാന സ്കീംസ് ആണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ സ്കീം 1964 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് യൂണിറ്റ് സ്കീം. പിന്നെ 1971 യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ, 1986 ചിൽഡ്രൻ ഗിഫ്റ്റ് ഗ്രോത്ത് ഫണ്ട് യൂണിറ്റ് സ്കീം, 1992 രാജ്യലക്ഷ്മി യൂണിറ്റ് സ്കീം, 1993 സീനിയർ സിറ്റിസൺസ് യൂണിറ്റ് പ്ലാൻ, പിന്നെ മന്ത്ലി ഇൻകം യൂണിറ്റ് സ്കീം, 1995 മാസ്റ്റർ ഇക്വിറ്റി പ്ലാൻ, 1997 മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്, 1999 UTI ഗ്രോത്ത് സെക്ടർ ഫണ്ട്, ദെൻ ലാസ്റ്റ് വൺ ഗ്രോത്ത് ആൻഡ് ഇൻകം യൂണിറ്റ് സ്കീംസ്. ഇത്രയാണ് UTIയുടെ സ്കീംസ് വരുന്നത്. യൂണിറ്റ് സ്കീം, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ, ചിൽഡ്രൻ ഗിഫ്റ്റ് ഗ്രോത്ത് ഫണ്ട് യൂണിറ്റ് സ്കീം, രാജ്യലക്ഷ്മി യൂണിറ്റ് സ്കീം, സീനിയർ സിറ്റിസൺസ് യൂണിറ്റ് പ്ലാൻ, മന്ത്ലി ഇൻകം യൂണിറ്റ് സ്കീം, മാസ്റ്റർ ഇക്വിറ്റി പ്ലാൻ, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്, UTI ഗ്രോത്ത് സെക്ടർ ഫണ്ട്, ഗ്രോത്ത് ആൻഡ് ഇൻകം യൂണിറ്റ് സ്കീം. ഇത്രയാണ് UTIയുടെ സ്കീംസ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു.